ശരിക്കും അത്യന്തം ആവേശത്തിലാണ് നമ്മുടെ വിജയ് ഫാൻസ്. പാലക്കാട് തൊട്ട് ഒരു വലിയ ടീംസ് വന്നിട്ടുണ്ട്. ടിവികയുടെ ഭാഗമാണ്, മാത്രമല്ല വിജയ് ഫാൻസിന്റെ പ്രധാനപ്പെട്ട ഒരാൾ കൂടിയാണ് അല്ലേ? യെസ്, ഒന്ന് പരിചയപ്പെടുത്തു. ഞാൻ പാലക്കാട് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ഷാജാവ് എന്നാണ് എൻ്റെ പേര്. ഞങ്ങളിപ്പോൾ വിജയ് മക്കളുടെ ഇയക്കം വിജയ് ഫാൻസ് അസോസിയേഷൻ കൂടെ തന്നെയുണ്ട്. 1999 ഞങ്ങൾ ഈ പ്രവർത്തനം തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ എല്ലാ ഉയർച്ചയിലും ഞങ്ങൾ കൂടെ തന്നെയുണ്ട്. ഇപ്പോൾ TVK എന്നുള്ളൊരു പാർട്ടി രൂപീകരിക്കുമ്പോഴും നമ്മൾ വിവിധ പരിപാടികളായിട്ട് അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം CM ആയി. ഇനി നമ്മുടെ CM ആയി. പിന്നെ അടുത്ത പരിപാടി ഇനി TVK എന്നുള്ളൊരു പാർട്ടിൻ്റെ ഘടകം കേരളത്തിലേക്ക് എത്തിക്കുക, അതാണ് ലക്ഷ്യം. അപ്പൊ പാലക്കാട് ഏകദേശം പാർട്ടി രൂപീകരിച്ചു. ഇനി മെമ്പർഷിപ്പിന് എന്തൊക്കെയാണ്? മെമ്പർഷിപ്പിൻ്റെ ക്യാമ്പയിൻ ഒന്നും ആയിട്ടില്ല. അത് ഓൾ കേരളമായിട്ട് ഒരുമിച്ച് തന്നെ ആവുള്ളൂ. പല ഫേക്ക് ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ ചേരാൻ വേണ്ടിയിട്ട് പൈസ വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊന്നുമല്ല സത്യം. സത്യാവസ്ഥ മനസ്സിലാക്കുക. 14 ഡിസ്ട്രിക്റ്റിലും 14 ഡിസ്ട്രിക്ട് പ്രസിഡന്റുമാരുണ്ട്. അവർ മുഖാന്തരം അറിയിച്ചിട്ട് ഓരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുള്ളൂ. അത് നമ്മുടെ ചെന്നൈ അഖിലേന്ത്യാ സെക്രട്ടറി, ചെന്നൈയിലുള്ള അഖിലേന്ത്യാ സെക്രട്ടറി ബുസി ആനന്ദ് സാറിൻ്റെ നിർദ്ദേശപ്രകാരം ഓരോ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നു. ഓക്കെ. അപ്പൊ ഏകദേശം പാലക്കാട് ഇപ്പൊ ഏകദേശം TVKയുടെ ഒരു പാർട്ടി രൂപീകരണമൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് കാലത്ത് 10 മണിക്ക് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സുഹൃത്താണ് ഈ തൃശ്ശൂരിലുള്ളവരൊക്കെ. അപ്പൊ അവർ ക്ഷണിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു. എങ്ങനെയുണ്ട്? എല്ലാവരും നല്ല തിരക്കുണ്ട്. TVKയിലേക്ക് വരാനായിട്ട് പുതിയ തലമുറ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതെ അതെ. അപ്പൊ അണ്ണന്റെ പുതിയ അവിടുത്തെ മാറ്റങ്ങൾ കണ്ടല്ലോ. CM ആയതിനു ശേഷം തമിഴ്നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ. അദ്ദേഹം വന്നിട്ട് ഇതിൽ മത്സരിക്കുമ്പോൾ കൂട്ടം ഓട്ടായി മാറാതെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കമന്റ്സുകളൊക്കെ വന്നിട്ടുണ്ട്. കൂട്ടം ഓട്ടായി മാറി അദ്ദേഹം CM ആയി. അതേപോലെ തന്നെ ഇവിടെയും കേരളത്തും കൂട്ടം ഓട്ടായി മാറും. ഇവിടെ പല ചലനങ്ങളൊക്കെ സൃഷ്ടിക്കും. അതിൽ യാതൊരു മാറ്റവുമില്ല. കേരളത്തിലേക്ക് വരുമ്പോൾ എന്തെല്ലാം പുതുമകൾ പ്രതീക്ഷിക്കുന്നുണ്ട്? പുതുമ ഒന്നുമല്ല, നമ്മളിപ്പോൾ അതേപോലെ തന്നെ ഘട്ടം ഘട്ടമായിട്ട് ഈ ലഹരി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് കമ്മിയാക്കാൻ ശ്രമിക്കുക. ഈ ലഹരി, അതായത് മദ്യം അല്ലാതെ കൂടെ ഒരുപാട് ലഹരികളൊക്കെ ഉണ്ട്. MDM പോലുള്ള അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളൊക്കെ വരും. അപ്പോൾ അതിനൊന്നും കേരളത്തിൽ പൂർണ്ണമായി തുടച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരുപാട് യുവാക്കൾ രക്ഷപ്പെടും. വേറെ 35 വയസ്സ് 40 വയസ്സിനുള്ളിൽ ഓരോ യുവാക്കൾ മരണപ്പെട്ടു പോവുകയാണ്. അവർ മൈൻഡ് ഔട്ടാണ്. അതായത് എന്താ ചെയ്യുന്നത് പോലും അവർക്കിതില്ല. സ്വന്തം അമ്മേനായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ അതിനൊക്കെ തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അവർക്ക് നേർക്ക് കൊലവിളിയായിട്ട് പോവുകയാണ്. അപ്പോൾ അതൊക്കെ ഇല്ലാതാവണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. TVK പാർട്ടിയിലേക്ക് വരാനിരിക്കുന്നത് എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, അങ്ങനെ വളരെ വളരെ അല്ലേ അതിന്റെ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാണ്. അല്ല, തീർച്ചയായിട്ടും അത് വരണമല്ലോ. എപ്പോഴും ഒരു പാർട്ടി അങ്ങനെ അല്ലാതെ ചില മാറ്റങ്ങളൊക്കെ വരുന്നത് നല്ലതല്ലേ? അതാണ് നമ്മൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത്. ഫാൻസിനോടൊപ്പം തന്നെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അണയോടൊപ്പം ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. പേര് ഫൈസൽ. ഓക്കെ, ഫൈസൽ എത്ര ആളായി ഇപ്പൊ വിജയ് ഫാൻസിനോടൊപ്പം ജോയിൻ ചെയ്തിട്ട്? 27 കൊല്ലം. 27 കൊല്ലായി. ഫൈസ് ഫേമസ് ആണ്. ഈ ഫേസ് ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടല്ലോ. ഇല്ല, അങ്ങനെ ഫേമസ് ഒന്നുമില്ല. കണ്ടിട്ടുണ്ടാവും പരിപാടികളുടെ ചാനലിലൊക്കെ. ഫാൻസിന്റെ ഭാഗമായിട്ട് നിരവധി പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. ഒരുപാട് പരിപാടികൾ പാലക്കാട് അതിനത്രയും എല്ലാവരോടും സഹകരിച്ച് ഒരുപാട് പരിപാടികൾ മുന്നോട്ട് പോകും. ഓക്കെ, ഇനിയിപ്പോ ജനനായകൻ ഇറങ്ങാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കണം നമ്മളെല്ലാവരും. എന്ത് തോന്നണോ? വെയിറ്റിംഗ് ആണ്. ജനനായകൻ ഇലക്ഷന് മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ ടൈറ്റിൽ കാർഡ് ദളപതി വിജയ് എന്നായിരിക്കും. ഇപ്പോൾ ഒരു സന്തോഷം കൂടി, ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് ദളപതി വിജയ്. അത് കാണാൻ വെയിറ്റിംഗ്. ശരിക്കും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവരും വെയിറ്റ് ചെയ്ത്. കാരണം മന്ത്രി ആയതിനു ശേഷം ഒരു സിനിമ വരാനിരിക്കുക. ശരിക്കും ഒരു പവറാണ്. സെൽവരാജ്. ഓക്കെ, സെൽവരാജ് എവിടോ? തമിഴ് അല്ലല്ല, പാലക്കാട് തന്നെ. പാലക്കാട് എവിടെയാ? പാലക്കാട് ടൗണിൽ തന്നെ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നിന്നിട്ട് ഇപ്പൊ ഏകദേശം 20 വർഷം 25 വർഷമായി ഇതിന്റെ ബാക്കിൽ തന്നെ. അല്ല, ഇവരുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. TVK പാർട്ടി പ്രഖ്യാപിച്ച സമയത്ത് എന്ത് തോന്നിയിട്ടുണ്ട്? വളരെ സന്തോഷം തോന്നി, പേടി തോന്നി, വളരെ സന്തോഷം തോന്നി. അപ്പൊ അദ്ദേഹം ഒരു സിനിമ വരുമ്പോൾ തന്നെ ഒരുപാട് വെല്ലുവിളി നേരിടുന്ന ആളാണ്. അപ്പോൾ ഒരു പാർട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ പൊതുവെ
അതൊരു ഭയങ്കര നമുക്ക് ഭയങ്കര ഒരു ടെംപ്റ്റേഷൻ ആയിരുന്നു. രാഷ്ട്രീയത്തിൽ പൊതുവെ ശത്രുക്കൾ കൂടുതലായിരിക്കും. അതെ 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 പ്രത്യേകിച്ച് അതൊരു സിനിമ കടന്നു വരുമ്പോൾ എന്തെല്ലാം അനുഭവിച്ച് നമ്മൾ കണ്ടത് തന്നെയല്ലേ. ഇതെല്ലാം അതിജീവിച്ചിട്ടാണ് ആള് ഇപ്പോൾ CM വരെ എത്തിയിരിക്കുന്നത്. വളരെ സന്തോഷം. അപ്പൊ എപ്പോഴും അണ്ണനോടൊപ്പം തന്നെ കൂടെ ചേർന്ന് പോകും അല്ലേ? ഓക്കെ, ഒരാളെ കൂടി പരിചയപ്പെടാം. എന്റെ പേര് ഓക്കെ. തൗഫീഖ് എങ്ങനെയാ ഏകദേശം 20 വർഷം അതിന് മുകളിലായിട്ടുണ്ടോ? ഏകദേശം ഈ ഒരു പ്രായത്തിനടുത്തായിരുന്നു. അതെ, ഒരുമിച്ച് നമുക്ക് നല്ലൊരു നേതൃത്വം ഉണ്ട്. ഞങ്ങൾ ഒരു പാർട്ടിക്കാരല്ല, ഞങ്ങൾക്ക് നല്ലൊരു നേതൃത്വം ഉണ്ട്. അത് കീഴ്ഘടകം തൊട്ട് ഹെഡ് ലെവലിൽ വരെ നല്ലൊരു നേതൃത്വം ഉണ്ട്. ദളപതി വരെ എത്തിപ്പെടും, ജില്ലാ കമ്മിറ്റി മുതൽ എത്തിപ്പെടും. ഒരു രാഷ്ട്രീയക്കാരനായിട്ട് TVKയുടെ ഭാഗമായി നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? അഭിമാനം തോന്നുന്നു. പ്രൗഡാണ്, ഈ മൊമെന്റ് പ്രൗഡാണ്. അതൊരു ഇതുപോലെ ഏതോ പാർട്ടിയിലൊക്കെ പോയി വർക്ക് ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലതും നമുക്കും ജനങ്ങൾക്ക് എല്ലാം കൊണ്ടും നല്ലതാണ് TVK എന്നൊരു പാർട്ടി. സിനിമയിലെ ഡയലോഗിനേക്കാളും കൂടുതൽ റിയാലിറ്റിയിലേക്ക് കടന്നു കാര്യങ്ങള് അല്ലെ? CM ആവുന്നു എന്ന് പറഞ്ഞ പോലെ റിയാലിറ്റിയിലേക്ക് വരാണ്. അപ്പോൾ ശരിക്കും റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അണ്ണന്റെ ഇപ്പോഴത്തെ ഒരു ലെവൽ കണ്ടല്ലോ, ഇനി ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും. എല്ലാവരും സിനിമയിൽ മാത്രമേ എല്ലാവർക്കും ആ ഡയലോഗ് ചേരുള്ളൂ. അണ്ണന് റിയലിലും അണ്ണനത് ചെയ്തു. തന്നെ ഗംഭീര സംഭവങ്ങളായിരുന്നു. അതുപോലെ ഓരോരുത്തരും ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആരും TV-യിൽ ന്യൂസിൽ പോലും കാണുള്ളൂ. ഇന്നത്തെ യുവാക്കളൊന്നും കാണുക പോലും ഇല്ല. എന്താണ് മന്ത്രിസഭ പോലും അറിയില്ല. ഇന്നത്തെ ജനറേഷന് 4.5 കോടി ജനങ്ങളാണ് അത് കണ്ടത്. ഞങ്ങൾ പാലക്കാട് തിയേറ്ററിലാണ്, ഞങ്ങൾ സ്ക്രീനിട്ടാണ് ഞങ്ങൾ പ്രദർശിപ്പിച്ചത്. അതും സ്ക്രീൻ ഫുള്ളായിരുന്നു, തിയേറ്റർ ഫുള്ളായിരുന്നു. അപ്പൊ ആലോചിക്കണം എത്രത്തോളം അണ്ണലോട് എത്തിപ്പെടാൻ വേണ്ടി ഓരോരുത്തർ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും കുറെ പേര് വരാനിരിക്കുന്നു. വലിയ പാർട്ടി നമ്മുടെ കേരളത്തിൽ ഡെഫിനറ്റ് ആയിട്ടും അടിയുറക്കും. അതിനുള്ള സത്യങ്ങൾ മുന്നേ നേരിട്ട് കാണുകയല്ലേ? തീർച്ചയായും ഇനി കുറെ കാണാനുണ്ട്. അപ്പൊ ആശയങ്ങൾ ഏറെ വ്യത്യസ്തമായിരിക്കും, നടത്തിപ്പ് ഏറെ പുതുമയുണ്ടായിരിക്കും. അതാ ഞാൻ പറഞ്ഞു, നല്ലൊരു നേതൃത്വം ഉണ്ട്. നമ്മുടെ ഇവിടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ 3 പാർട്ടി അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് 2 പാർട്ടി മസ്റ്റ് ആണ്. സോ ഇപ്പൊ പാർട്ടികൾ ഇങ്ങനെ വരുന്നോണ്ടിരിക്കുന്നുണ്ട്. അതിലെ 4ാമത്തെ പാർട്ടിയാണ് TVK വരുന്നത്. TVKയുടെ പുതുമ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ അവിടേക്ക് എത്തും. ഇതൊരു കാലത്ത് കുലുങ്ങുന്ന ഒരു പാർട്ടി അല്ലത്. ഇതങ്ങനെ തുടങ്ങിയ പാർട്ടി അല്ലത്. അത് അറിയാവുന്നവർക്ക് അറിയും. കേട്ടിട്ടുണ്ട് വിജയ് സിനിമയ്ക്കൊപ്പം തന്നെ പാർട്ടിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ കൂടി മുൻകൂട്ടി ചെയ്തു വന്നിരുന്നു. തീർച്ചയായിട്ടും. അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ അടിത്തട്ടിൽ നിന്ന് ഓരോ വർക്കുകൾ, ബൂത്ത് കമ്മിറ്റി ആയിക്കോട്ടെ, വാർഡ് കമ്മിറ്റി ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരുപാട് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ പിന്നെയാണ് അദ്ദേഹം ഒരു ഡയലോഗ് പറയണല്ലേ, ഞങ്ങൾ വെറുതെ തോന്നല്ലേ സർക്കാർ ഉണ്ടാക്കിയിട്ടാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അത് സത്യാവസ്ഥയാണ്. സർക്കാർ സിനിമ കണ്ടറിയും അതിനെന്തൊക്കെ കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ നമ്മളൊരു സർക്കാർ സിനിമ കണ്ട പോലെയാണ് ഇപ്പോൾ റിയൽ ഹീറോ ആയി ലൈഫിലെ ഒരു CM റിയൽ ജനനായകൻ വെറുതെ ടൈറ്റിൽ കാർഡ് മാത്രമല്ല. അത് യഥാർത്ഥ ജനനായകൻ ആരാന്നുള്ളത് ജനങ്ങൾ കണ്ടു. ഇന്ന് നമ്മളെ ഈ ലോകം അതിന് സാക്ഷിയാണ്. ജനനായകനായിട്ടുള്ള വെയിറ്റിംഗ് ആയിരിക്കും അല്ലേ? എല്ലാവരും ഓൾവേസ് ഞാനും അങ്ങനത്തെ